പാഠഭാഗത്തിലോട്ട് പോവാം. ഹൗ മെനി ലെറ്റേഴ്സ് ഇൻ അറബിക് ആൽഫബറ്റ്സ്? ഹൗ മെനി ലെറ്റേഴ്സ് അറബിക് ആൽഫബറ്റ്സ്? 28. വെരി ഗുഡ്. ഓക്കെ, 20 ലെറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? 20 ലെറ്റേഴ്സ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? അലിഫ്, ബ, ത, സ, ജീം, ഹ, ഹ, ദാൽ, സാൽ, റ, സ, സീൻ, ഷീൻ, സ്വാദ്, ലോദ്, ത്വ, ല, ഐൻ, ഐൻ, ഫ അല്ലേ? 20 ലെറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 8 ലെറ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് അല്ലേ? 8 ലെറ്റേഴ്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അറബിക് ആൽഫബറ്റ്സിലെ മൊത്തം ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെയാ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്? ശ്രദ്ധിച്ച് നമുക്ക് എഴുതി പഠിക്കാം. ഓക്കെ, ടേക്ക് യുവർ നോട്ട്ബുക്ക് ഓൾ ഓഫ് യു. മിസ്സിന്റെ കൂടെ തന്നെ എഴുതണേ. മിസ്സിന്റെ കൂടെ തന്നെ പെട്ടെന്ന് എഴുതണം. ബുക്ക് എടുക്കാൻ വേണ്ടി കുറച്ച് സമയം തരാം മിസ്. വേ നോക്ക്. പെട്ടെന്ന് നോക്കൂ. ഓക്കെ, ഇതുവരെ പഠിച്ച അക്ഷരങ്ങൾ എഴുതിക്കോളൂ. ഫസ്റ്റ് ലെറ്റർ അലിഫ്, ബ, സോറി, ബ, ത, സ, ജീം. ജീമിനുള്ളിൽ കുത്തുണ്ട് കേട്ടോ. ഹ, ഇനൊന്നുമില്ല, കുത്തും വള്ളി ഒന്നുമില്ല, പുള്ളി ഒന്നുമില്ല. ഹ, ഇനി മുകളിലാണ് പുള്ളി. ദാൽ, സാൽ, റ, സ, സീൻ, ഷീൻ, ഷീൻ, സ്വാദ്, വാദ്,
ത്വാ ലാ ഐൻ 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 ഫ ഇതുവരെയാണ് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ. 20 അക്ഷരം, 20 ലെറ്റേഴ്സ് ആയി. ഇനി ബാക്കിയുള്ളത് 10 ലെറ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട്. ഇത്രയും പെട്ടെന്ന് എഴുതി തീർക്കേ. ആർ യു ഫിനിഷ്? എഴുതി ഫിനിഷ് ആയോ? ഓക്കെ. ഇനി ബാക്കി വരുന്ന 8 ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 28ൽ ഇപ്പൊ 20 ലെറ്റേഴ്സ് ആയി അല്ലേ? നോക്കാം. ഇനി നമ്മൾക്ക് എത്ര ലെറ്റേഴ്സ് പഠിക്കണം? 8 ലെറ്റേഴ്സ്. ഓക്കെ. 8 ലെറ്റേഴ്സിൽ കഫ്, കോഫ്, കഫ്, ലാം, മീം, നൂൻ, നൂൻ, ഹ, വാവ്, യ. കാഫ്, കാഫ്, ഇത് കാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യ. നിങ്ങളുടെ മിസ് പറഞ്ഞുതരാം. കാഫ്, കാഫ്. സെക്കൻഡ് വൺ കാഫ്. ആദ്യത് ക്വാഫ് ആണ്. ക്വാഫ് ആണ് ആദ്യം എഴുതിയിരിക്കുന്ന കോഫ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന കാഫ്. ക്വാ, കാ, ക്വാഫ്, കാഫ്, ക്വാഫ്, കാഫ്, ക്വാഫ്, കാഫ്. ക്വാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യ. ഓക്കെ. ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യ.
ഒന്നും കൂടെ. ആദ്യം എഴുതിയിരിക്കുന്ന അക്ഷരം ഖാഫ്, സെക്കൻഡ് വൺ കാഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ. 8 ലെറ്ററും കൂടെ നമ്മൾ എഴുതി. അറബിക് ആൽഫബറ്റ്സിലെ 28 ലെറ്റേഴ്സ് എന്തുണ്ട് നമ്മളിപ്പോൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 28 ലെറ്റേഴ്സും ബൈ ഹാർട്ട് എഴുതാൻ പഠിക്കണം ഓർഡറിൽ. ഓക്കെ, പഠിക്കൂലേ? ഓക്കെ, നെക്സ്റ്റ് പേജ്. ഇക്ര വക്തുബ്. ഇത് കാണുന്നുണ്ടോ ഈ പേജ് നിങ്ങള്? ഇപ്പൊ നമ്മള് പാഠഭാഗങ്ങൾ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി എന്താ? വാക്കുകൾ വായിച്ച് പഠിക്കാനാണ് ഉള്ളത്. ഈ അലിഫ് ബാ താ എഴുതിയതിന്റെ അടുത്ത നെക്സ്റ്റ് പേജില് ഇത് കണ്ടോ? ഫസ്റ്റത്തത് എന്താ അക്ഷരം? ആ കണ്ടോ നിങ്ങളവിടെ? അസദുൻ. എന്താ? അസദുൻ. എന്താ മക്കളെ വായിക്കുന്നേ? അസദുൻ. അസദുൻ കണ്ടോ നിങ്ങള്? കണ്ടോ? നൈജൽ. ഐഫൂന കാണുന്നുണ്ടോ? ഇതെവിടെ? അസദുൻ. അസദുൻ. ലൈറ്റ് പിസ്ത കളറില് ഒരു കോള ബോക്സിനകത്ത് പിസ്ത പച്ച കണ്ടോ? അതിനകത്ത് കോളത്തിൽ എഴുതിയിരിക്കുന്നത് അസദുൻ. അസദുൻ മിസ് കാണിച്ചു തരാം, എഴുതി കാണിച്ചു തരാം. നിങ്ങൾക്ക് പേജ് നമ്പർ ഒന്നും അറിയാണ്ട് എഴുതാൻ പറ്റില്ലല്ലോ. അസദുൻ. നെക്സ്റ്റ് ഇബ്നുൻ. അതിൻ്റെ അപ്പുറത്ത് തന്നെ കാണുന്നത് ഇബ്നുൻ. തേർഡ് വൺ ഉജ്റുൻ. ആ ഇ ഉ കണ്ടോ? ബാ ബി ബു. അങ്ങനെ ബാ ആ ഇ ഊല് തുടങ്ങുന്ന വാക്കുകള്, ബാ ബി ബുവിൽ തുടങ്ങുന്ന വാക്കുകള്, താത്തീത്തൂല് തുടങ്ങുന്ന വാക്കുകൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഓർഡറിൽ. അടുത്തത് ഉജ്റുൻ. ഉ ഉജ്റുൻ. സെക്കൻഡ് വൺ ബദലുൻ. ബ ദ ബദലുൻ. ബിന്തു. നെക്സ്റ്റ് ബി ബിന്തുൻ. ബി ബിന്തുൻ. നെക്സ്റ്റ് ബുർദുൻ.
ബുർദുൻ. അങ്ങനെ അലിഫ് ബ എന്ന ഓർഡറിൽ അലിഫിനെ ഫത്തഹും കസ്റും ദമ്മും ഇട്ടിട്ട് ആ ഇ ഉ അകാര ഇകാര ഉകാര ചിഹ്നം ഇട്ടിട്ട് ഓരോ വാക്കുകളും യാ വരെയുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് അലിഫിന് ഫത്തഹ് കസ്റ് ദമ്മ് ചേർത്തിട്ട് ആ ഇ ഊന്ന് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ടോ? അസദുൻ, ഇ ഇബ്നുൻ, ഉ ഉജ്റുൻ. നെക്സ്റ്റ് ബ ബദലുൻ, ബി ബിൻതുൻ, ബു ബുർദുൻ. നെക്സ്റ്റ് മൂന്നാമത്തെ വാക്ക് ത. താഇന് ഫത്തഹ് ചേർത്തിട്ട് തംറുൻ, തി തിബ്നുൻ, തു തുർബുൻ. അടുത്തത് സ എന്ന അക്ഷരം സാഇന് ഫത്തഹ് ചേർത്ത് സബത്ത, സിക്കലുൻ, സുബിത്ത. അടുത്തത് ജ ജലസ, ജിസ്റുൻ, ജുർമുൻ. അടുത്തത് ഹ ഹജറുൻ, ഹിർബുന് വേണ്ട ജിർബുന് എഴുതിയിട്ടില്ല ഇവിടെ. ഹുജറുൻ. നെക്സ്റ്റ് ഹസ്ലുൻ, ഹിത്നുൻ, ഖുബ്സുൻ. നെക്സ്റ്റ് ദഫ്നുൻ, ദിജ്റുൻ, ദുറജുൻ. നെക്സ്റ്റ് സനബുൻ, സിക്റുൻ, സുഖറുൻ. നെക്സ്റ്റ് റസ്മുൻ, റിബ്ഹുൻ, റുതബുൻ. നെക്സ്റ്റ് സജ്റുൻ, സിഹ്റുൻ, സുഹദുൻ. സീൻ സൈഫുൻ, സിബ്തുൻ, സുത്റുൻ. നെക്സ്റ്റ് ശക്ലുൻ, ഷിബ്റുൻ, ഷുർബുൻ. നെക്സ്റ്റ് ലഹ്റുൻ, ലിൻഫുൻ, സുഹഫുൻ. നെക്സ്റ്റ് ലംനുൻ, ലിൽഉൻ, ലുരിബ. നെക്സ്റ്റ് തൈറുൻ, തിഫ്ലുൻ, തുഅമുൻ. അടുത്തത് ലർഫുൻ, കലിമ, ളുൽമുൻ. നെക്സ്റ്റ് അസ്റുൻ, ഇൽമുൻ, ഉഷ്റുൻ. അദ്റുൻ, ഇൽമുൻ, ഉർബുൻ. ഫജ്റുൻ, ഫിത്റുൻ, ഫുർഷുൻ. ഇനി ലാസ്റ്റത്തെ ഇന്ന് പഠിപ്പിച്ച 8 ലെറ്റേഴ്സിൽ വരുന്ന വാക്കുകള് കലമുൻ, കിഷ്റുൻ, കുഫ്ലുൻ. ലസ്ബുൻ, കിബ്റുൻ, കുഫ്റുൻ. ലബനുൻ, ലിബ്നുൻ, ലുക്മുൻ. മഹ്റുൻ, മിസ്റുൻ, മുസ്തുൻ. നഫ്ലുൻ, നിഅമുൻ, നുതബുൻ. ഹജ്റുൻ, ഹിമറുൻ. പിന്നെതാ ഹുലിക. വഹലുൻ, വിസ്റുൻ, വുക്കില. യസറുൻ, മൈലുൻ, യുത്തമുൻ. ബൗദ, ഖറജ, അഫല. തസിർ, അമിത, അലക. ഇത്രയും വാക്കുകളുണ്ട് ഇത് കൊടുത്തത്. അതായത് അറബിക് ആൽഫബറ്റ്സിലെ അലിഫ് മുതൽ യാ വരെയുള്ള ആ അലിഫ് ബ ത സ മിസ് പഠിപ്പിച്ച ഓരോ അക്ഷരങ്ങൾക്കും അകാരം, ഇകാരം, ഉകാരം ചിഹ്നം, അതായത് അലിഫിന് അകാരം ചിഹ്നം ചേർത്ത് ആ എന്നും ഇ എന്നും ഉ എന്ന് എഴുതിയല്ലേ. അങ്ങനെ വരുന്ന ഓരോ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 എണ്ണം. അതുപോലെ 28 അക്ഷരങ്ങളും വരുന്ന വാക്കുകളാണ് ഇവിടെ ഇത്രയും പേജിൽ കൊടുത്തിട്ടുള്ളത്. അതെന്ത് ചെയ്യാ, നിങ്ങളെ പാരൻസിന്റെ കൂടെ ഇരുന്നിട്ട് മിസ് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? അലിഫിന്റെ മുകളിൽ വരയിട്ടാൽ ആ എന്ന്, താഴെ വരയിട്ട ഇ, മുകളിൽ വരയിട്ട ഉ. അതുപോലെ തന്നെ ബ എന്ന അക്ഷരത്തിന് മുകളിൽ വരയിട്ട ബ, താഴെ വരയിട്ടാൽ ബി, ബു, ത, തി, തു. അങ്ങനെ ഓരോ വാക്കുകളും മിസ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഒരു കാര്യം ചെയ്യും, നിങ്ങള് പെട്ടെന്ന് നോട്ട് എടുക്ക്. മിസ് ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ ഈസി ആയിരിക്കും. പെട്ടെന്ന് എഴുതണേ. ആ,
ഈ ഉ എഴുതിയോ? താഴെ ബ ബി ബു. പെട്ടെന്ന് എഴുതു മക്കളെ. ത തി തു. സ സി സു. എഴുതിയോ? ഇനി അടുത്തത് ജ ജി ജു. ഹ എവിടെയും കുത്തും വരയൊന്നുമില്ല കേട്ടാ, മുകളിൽ വര മാത്രം. ഹ ഹി ഓ. അടുത്ത ശ്രദ്ധിച്ചോണേ, മുകളിൽ ഒരു കുത്തുണ്ട്. ഹ ഹി ഹോ. നെക്സ്റ്റ് ദ ദി ദു. ഇത്രയും അക്ഷരങ്ങൾ പെട്ടെന്ന് എഴുത്. Are you finished? Are you finished? പെട്ടെന്ന് പെട്ടെന്ന് മുഹമ്മദ് മുബീൻ പെട്ടെന്ന് എഴുതു മോനെ, ഇനി എഴുതാനുണ്ട്, നോക്ക്. അർജുൻ എഴുതി കഴിഞ്ഞോ? ജസ്വൽ എഴുതി കഴിഞ്ഞോ? ജസ്വലിന്റെ അമ്മയാണ് എഴുതുന്നത്, ജസ്വൽ എഴുതുന്നില്ലേ? ലക്ഷ്മി എഴുതി കഴിഞ്ഞ മോളെ?
അമാൻ മാധവ് പെട്ടെന്ന് നോക്ക്. ഇപ്പൊ നമ്മൾ എത്ര ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8. ഇനി നമ്മൾക്ക് 20 ലെറ്റേഴ്സ് ഇങ്ങനെ അകാരം വികാരം ചിഹ്നം ചേർത്തിട്ട് എഴുതാനുണ്ട് കേട്ടോ. ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക. എഴുതിയിട്ട് നന്നായി എഴുതിയിട്ട് പഠിച്ചിട്ട് വരിക. അറബിക് ആൽഫബറ്റ്സിൽ 28 ലെറ്റേഴ്സ് ആണ് ഉള്ളത് അല്ലേ? ഇതിപ്പോൾ നമ്മൾ 8 ലെറ്റേഴ്സ് പഠിച്ചു. 8 ലെറ്റേഴ്സ് അലിഫ്, ബ, ത, സ, ജീം, ഹ, ഹ, ദാല്. ഇതിനെ നമ്മൾ അകാരം വികാരം ഉകാരം ചിഹ്നങ്ങൾ ചേർത്തിട്ടാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അ, ഇ, ഉ, ബ, ബി, പു, ത, തി, തു, സ, സി, സു, ജ, ജി, ജു, ഹ, ഹി, ഹു, ഹ, ഹി, ഹു, ദ, ദി, ദു. പെട്ടെന്ന് എഴുത്. നൈജൽ എഴുതി കഴിഞ്ഞോ? സമജ്ഞ ഓക്കെ, വെരി ഗുഡ്. സമജ്ഞനെ കാണുന്നില്ല, കൈ മാത്രമേ കാണുന്നുള്ളൂ. പാർവണ, ആർ യു ഫിനിഷ്? അമൃത ഓക്കെ, വെരി ഗുഡ്. അമാൻ മാധവ് പെട്ടെന്ന് എഴുതു മോനെ. ഐഫുന ഓക്കെ. ദേവപ്രിയ, ഭവിക നേരത്തെ എഴുതിയല്ലേ, വെരി ഗുഡ്. കാശി ഓക്കെ. റിച്ചാർഡ് എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഡബിൾ ഓക്കെയാ. അലോൺ, ഉല്ലാസ്, ആയുഷ്, അമാൻ മാധവ്. പിന്നെന്താ അവിടുത്തെ സംസാരിക്കുന്നത്? പെട്ടെന്ന് നോക്ക്. ധ്യാൻ, അയാൻ വിജേഷ്, അയാൻ എഴുതി കഴിഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. ക്രിസ്റ്റോ ജോൺ, ആരോമൽ ഓക്കെ, വെരി ഗുഡ്. റസീൻ, ദേവാങ്ക് ഓക്കെ, ദേവപ്രിയ എഴുതി കഴിഞ്ഞു അല്ലേ? ഷഹബറ ഓക്കെ. അപ്പോഴെന്ത് ചെയ്യണം എന്നറിയോ? ഇത്രയും അക്ഷരങ്ങൾ എന്ത് ചെയ്യാ? ഇത്രയും അക്ഷരങ്ങള് നന്നായിട്ട് നോട്ടിന്റെ അടുത്ത പേജിലും കൂടെ എഴുതി പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര അക്ഷരങ്ങൾ നന്നായിട്ട് അറിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം?
അമ്മാൻ മാധവിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ? അമ്മാൻ പിന്നെന്താ ലേറ്റ് ആവുന്ന എഴുതാൻ വേണ്ടിട്ട്? വേഗം വേഗം എഴുതി പഠിക്കണം കേട്ടോ. 1ാം ക്ലാസ്സിലെത്തിയില്ലേ? ഓക്കെ, കുറച്ചും കൂടി സ്മാർട്ട് ആവണം കേട്ടോ. ഓക്കെ, മിസ്സിന് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ് മുതലേ മിടുക്കനാവണം. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേന് നെക്സ്റ്റ് ഇയർ ആവും അല്ലേ? പുതിയ വർഷം. എല്ലാവരും നല്ല കുട്ടികളായിട്ട് വളരുക, അച്ഛനമ്മയും പറയുന്നൊക്കെ അനുസരിക്കുക. ഓക്കെ, അമ്മ കേൾക്കുന്നുണ്ടോ? അമ്മ നല്ല കുട്ടിയാണ് അല്ലേ? ആരാ കിടക്കുന്ന? ഷഹബറയാണോ? അപ്പൊ മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ? അപ്പൊ നല്ല കുട്ടികളാവാ. മിസ് എഴുതിച്ച് ഇത്ര 8 അക്ഷരം നന്നായിട്ട് ആകാരം വികാരം ഉകാരം ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക. നല്ല മക്കളാവാ. മുതിർന്നവർ പറയുന്ന അനുസരിക്കുക. ആഹാ, അമൃതന്റെ അടുത്ത് കുറെ കളറൊക്കെ ഉണ്ടല്ലോ. അപ്പോ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് എഴുതി പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റാ.